കേരളത്തിലെ എവിടെ നിന്നും വലിയ രീതിയിലുള്ള ലഹരി വേട്ട നടക്കുമ്പോഴും ആ സർക്കിളിൽ അല്ലെങ്കിൽ ആ ചെയിനിൽ അല്ലെങ്കിൽ ആ ലഹരിയുടെ ആ സർക്കിളിൽ എന്ത് ചെയ്യുന്നു, സിനിമാ മേഖലയിലെ ചിലർ ഉൾപ്പെടുന്നു എന്നുള്ള വിവരങ്ങൾ കിട്ടുന്നു. ഉള്ളൊരു കാര്യം വളരെ വ്യക്തമായി, ഇത് കേവലം ഒരു പുകമറയിലുള്ള ആരോപണങ്ങൾ മാത്രമല്ല, ഇത് ഒരു യാഥാർത്ഥ്യവുമായി ഇതിന് ബന്ധമുണ്ട് എന്ന് ഷൈൻ ടോം ചാക്കോയെ പലരും എന്ത് ചെയ്യുന്നുണ്ട്, ഭയക്കുന്നുണ്ട്. അല്ലെങ്കിൽ അയാളെ എന്തെങ്കിലും തരത്തിൽ അയാൾക്ക് ബുദ്ധിമുട്ടുണ്ടായാൽ ഇന്ന് ഗ്രാമാന്തരങ്ങളിൽ അവർക്ക് എന്തുണ്ട്, നെറ്റ്വർക്കിംഗ് ഉണ്ട്. കേരളത്തിൽ എന്താണ്, ലഹരി ആവശ്യമുള്ള ആളുകൾക്ക് എന്ത് ചെയ്യുന്നു, ലഹരി അവരുടെ വീട്ടുപടിക്കലെത്തുന്നു. ആ നെറ്റ്വർക്കിംഗ് അറിയാതിരിക്കുന്നത് ആരേ ഉള്ളൂ, പോലീസിന് മാത്രമേ എന്തുള്ളൂ. ലോട്ടോക്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. സിനിമാ മേഖലയിലെ ലഹരി ഉപയോഗവും അതിൻ്റെ വിപണനവും ഒക്കെ വ്യാപകമായി കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തയാണ്. അപ്പോൾ ഈ ഒരു വിഷയത്തെക്കുറിച്ച് നമ്മളോട് സംസാരിക്കുന്നത് അഡ്വക്കേറ്റ് വിഷ്ണു വിജയനാണ്. നമസ്കാരം. നമസ്കാരം. അപ്പോൾ മുൻപൊന്നും ഇല്ലാത്ത തരത്തിൽ ഇത്രത്തോളം ലഹരിയുടെ ഉപയോഗം ഈ ചലച്ചിത്ര മേഖലയിൽ കൂടാനുള്ള കാരണം എന്തായിരിക്കും? അല്ല, മലയാള സിനിമയിൽ കുറേ കാലങ്ങളായിട്ട് ഈ പറയുന്ന ലഹരി ഇവിടെ വ്യാപിക്കുന്നു, അല്ലെങ്കിൽ ലഹരിയുടെ ഉപയോഗം കൂടുന്നു, സിനിമാ സൈറ്റുകളിൽ ലഹരി ഉപയോഗിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ സിനിമാ താരങ്ങൾ വലിയ രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, ലഹരി ഉപയോഗിക്കപ്പെടുന്നുണ്ട്. അതോടൊപ്പം തന്നെ കേരളത്തിൽ പിടിക്കപ്പെടുന്ന ലഹരി മാഫിയയുടെയൊക്കെ തന്നെ പല സ്രോതസ്സുകളും സിനിമയിലേക്ക് വ്യാപിച്ചു കിടക്കുന്നു എന്നുള്ള ആരോപണങ്ങളും അല്ലെങ്കിൽ ഈ പറയുന്ന പരാതികളും അത് സിനിമാ മേഖലയിൽ നിന്നും ഉണ്ടായിട്ടുണ്ട്, അതോടൊപ്പം തന്നെ പുറത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതിലൊരു കൃത്യമായിട്ടുള്ള തെളിവുകളും അല്ലെങ്കിൽ ഈ പറയുന്ന അന്വേഷണങ്ങളൊന്നും നടക്കാത്തത് കൊണ്ട് തന്നെയും കുറേ കാലമായിട്ടൊരു പുകമറയായിരുന്നു ഈ ആരോപണങ്ങളൊക്കെ തന്നെ. അതുകൊണ്ട് തന്നെ നമ്മുടെ മലയാളത്തിലെ സിനിമാ സംഘടനകളായാലും അല്ലെങ്കിൽ ഈ പറയുന്ന സിനിമാ അണിയറ പ്രവർത്തകരായാലും അല്ലെങ്കിൽ സിനിമയുമായി ബന്ധപ്പെട്ട ആളുകളൊക്കെ തന്നെ സിനിമാ മേഖലയെ എന്താണ് തെറ്റായി വ്യാഖ്യാനിക്കുന്നു, അല്ലെങ്കിൽ ഈ പറയുന്ന സിനിമാ മേഖലയിലേക്ക് ഈ ആരോപണങ്ങൾ കൊണ്ടുവന്നെത്തിച്ച് സിനിമയുടെ ഒരു വിശ്വസ്തതയെ തടയപ്പെടുന്നു എന്നൊക്കെയുള്ള മറുപടിയായിരുന്നു ഇതുവരെയായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ പ്രത്യേകിച്ച് ലഹരിക്കെതിരായിട്ടുള്ള വ്യാപകമായിട്ടുള്ള പോലീസ് റെയ്ഡുകളും ലഹരിക്കെതിരായിട്ടുള്ള ശക്തമായ നടപടികളുമൊക്കെ തന്നെ പോലീസ് സ്വീകരിച്ചിട്ടുള്ളൊരു കാലഘട്ടമാണ്. അപ്പോൾ ആ കാലഘട്ടത്തിൽ എന്ത് ചെയ്യുന്നു, കേരളത്തിലെ എവിടെ നിന്നും വലിയ രീതിയിലുള്ള ലഹരി വേട്ട നടക്കുമ്പോഴും ആ സർക്കിളിൽ അല്ലെങ്കിൽ ആ ചെയിനിൽ അല്ലെങ്കിൽ ആ ലഹരിയുടെ ആ സർക്കിളിൽ എന്ത് ചെയ്യുന്നു, സിനിമാ മേഖലയിലെ ചിലർ ഉൾപ്പെടുന്നു എന്നുള്ള വിവരങ്ങൾ കിട്ടുന്നു. ആലപ്പുഴയിൽ ലഹരിയുമായി ഒരു യുവതിയെ പിടിക്കപ്പെടുന്നു. ആ ലഹരിക്ക് എറണാകുളം ജില്ലയിൽ എന്ത് ചെയ്യുന്നു, സിനിമാ മേഖലയായിട്ട് ബന്ധമുണ്ടെന്ന് പറയുന്നു. അതോടൊപ്പം തന്നെയാണ് എന്ത് ചെയ്യുന്നത്, ഇടുക്കിയിലും അതോടൊപ്പം തന്നെ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പിടിച്ച ഒരുപാട് ലഹരി കേസുകൾക്ക് സിനിമയുമായി ബന്ധപ്പെടുന്നു. ഒരു വർഷം മുൻപ് നമുക്കറിയാം, ടിനി ടോമിനെ പോലെയുള്ള ആളുകളൊക്കെ പറഞ്ഞു എന്താണ്, ലഹരി ഈ സിനിമാ സൈറ്റുകളിൽ വ്യാപകമാകുന്നുണ്ട്. അതോടൊപ്പം തന്നെ സിനിമാ താരങ്ങളൊക്കെ റീ എഡിഷൻ സെൻ്ററുകളിലേക്ക് ചെറിയ പ്രായത്തിലേക്ക് എത്തിപ്പെടുന്ന സാഹചര്യമുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ അന്ന് അവരെയൊക്കെ എല്ലാവരും ചേർന്ന് എന്ത് ചെയ്തു, സിനിമാ മേഖല ഒറ്റക്കെട്ടായിട്ട് അവർക്കൊക്കെ എതിരായിട്ട് എന്ത് ചെയ്യുന്നു, പ്രതികരിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു. പക്ഷേ ഇന്നിപ്പം ഷൈൻ ടോം ചാക്കോയുടെ കാര്യത്തിലായാലും അല്ലെങ്കിൽ ഈ പറയുന്ന കഴിഞ്ഞ ദിവസം അറസ്റ്റിലായ ഈ പറയുന്ന സംവിധായകരുടെ കാര്യത്തിലായാലും ഒക്കെ തന്നെ മലയാളികൾക്ക് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ, അതായത് പോലീസിനെ കാണുമ്പോൾ ഷൈൻ ടോം ചാക്കോ ഇറങ്ങി ചാടുന്ന വീഡിയോകൾ നമ്മുടെ മലയാളികൾ കണ്ടതാണ്, അല്ലെങ്കിൽ ഈ പറയുന്ന ഇന്നലത്തെ ലഹരി ആളുകളെയൊക്കെ കാണുന്നതാണ്. ഉള്ളൊരു കാര്യം വളരെ വ്യക്തമായി, ഇത് കേവലം ഒരു പുകമറയിലുള്ള ആരോപണങ്ങൾ മാത്രമല്ല, ഇത് ഒരു യാഥാർത്ഥ്യവുമായി ഇതിന് ബന്ധമുണ്ട് എന്ന് പ്രേക്ഷകർക്കും അതോടൊപ്പം തന്നെ മലയാളികൾക്കും മനസ്സിലാവുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇത്രത്തോളം ലഹരിയിൽ അഡിക്റ്റ് ആയിട്ടുള്ള ഷൈൻ ടോം ചാക്കോയെ പോലുള്ള ആളുകൾ അവർക്കിനി സാധാരണ ജീവിതത്തിലേക്ക് വരാൻ സാധിക്കുമോ? അല്ല, അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം അതൊരു ഈ പറയുന്ന അദ്ദേഹം ലഹരി ഉപയോഗിക്കുന്നത് ഒരു ഹീറോയിസത്തിൻ്റെ ഭാഗമായിട്ടാണ്, ലഹരി ഉപയോഗിക്കുന്നത് പോലെയാണ് അദ്ദേഹത്തിൻ്റെ പെരുമാറ്റം നമ്മൾ പലപ്പോഴും കാണുന്നത്, മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം അദ്ദേഹം എന്ത് ചെയ്യുന്നു, ഈ പറയുന്ന ഒരു പോലീസിനെ കാണുമ്പോൾ എടുത്ത് ചാടുന്നു. അതിനുശേഷം അദ്ദേഹം വീണ്ടും എന്ത് ചെയ്യുന്നു, കേരളത്തിലേക്ക് വിവിധ ഭാഗങ്ങളിലേക്ക് മുങ്ങിയെന്ന് പറയുന്നു, ഫോണിൽ ലഭ്യമാകുന്നില്ല. കഴിഞ്ഞ ദിവസം പോലീസ് സ്റ്റേഷനിൽ വന്നു, ഹാജരാകുന്നു, ചോദ്യം ചെയ്യലിന് ഹാജരായ ശേഷം പുറത്തിറങ്ങിയിട്ടും പുള്ളിക്ക് യാതൊരു വിധമായ ഭാവവ്യത്യാസമില്ല. അദ്ദേഹം പറയുന്നത് എന്താണ്, ഭീഷണിയുടെ സ്വരത്തിലാണ് അദ്ദേഹം സംസാരിക്കുന്നത്. കാര്യം എനിക്കെതിരെ നടപടിയെടുത്താൽ ഞാൻ മാത്രമല്ലല്ലോ ഉപയോഗിക്കുന്നത്, മറ്റ് പലരും ഉപയോഗിക്കുന്നുണ്ടല്ലോ, അവരുടെയൊക്കെ പേരുകൾ എനിക്ക് എന്ത് ചെയ്യേണ്ടി വരും, പുറത്ത് പറയേണ്ടതായിട്ട് വരും. അങ്ങനെ പല തരത്തിലാണ് എന്ത് ചെയ്യുന്നത്, ഷൈൻ ടോം ചാക്കോ വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു വെല്ലുവിളി കേരളത്തിലെ പൊതുസമൂഹത്തിനെ അല്ലെങ്കിൽ ഈ പറയുന്ന സിനിമാ ലോകത്തെ പലരെയും എന്ത് ചെയ്യുന്നുണ്ട്, ഷൈൻ ടോം ചാക്കോയെ ഭയക്കുന്നുണ്ട് എന്നുള്ള കാര്യം വളരെ വ്യക്തമാണ്. അതിന് ഏറ്റവും അടുത്ത ഉദാഹരണമാണ് ഷൈൻ ടോം ചാക്കോയ്ക്കെതിരായിട്ടൊരു കേസ് അല്ലെങ്കിൽ ഒരു പരാതി ഉയർന്നു വന്നായിരുന്നു. അപ്പോൾ ആ പരാതി പോലും എന്ത് ചെയ്തു, സിനിമാ മേഖലയിൽ ഒരു കോംപ്രമൈസിലേക്ക് എത്തി പുറത്തു വരാത്ത രീതിയിൽ എന്ത് ചെയ്യപ്പെട്ടു, ഒതുക്കപ്പെടുന്നൊരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ അതിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഷൈൻ ടോം ചാക്കോ പറയുന്ന പോലെ ഷൈൻ ടോം ചാക്കോയെ പലരും എന്ത് ചെയ്യുന്നുണ്ട്,
ഭയക്കുന്നുണ്ട്, അല്ലെങ്കിൽ അയാളെ എന്തെങ്കിലും തരത്തിൽ അയാൾക്ക് ബുദ്ധിമുട്ടുണ്ടായാൽ അദ്ദേഹം വിവരങ്ങൾ പുറത്തു വിടുകയോ അല്ലെങ്കിൽ എന്താണ് സിനിമാ ലോകത്തെ ലഹരിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പുറത്ത് പറയുമോ എന്ന് പല ഉന്നതരായിട്ടുള്ള സിനിമാ അണിയറ പ്രവർത്തകരും ഭയക്കുന്നു എന്നുള്ള കാര്യം യാഥാർത്ഥ്യമാണ്. ഇപ്പോൾ സിനിമാ മേഖലയിൽ തന്നെ ഒരു സംഘടന പറഞ്ഞത് അഭിനേതാക്കൾ കൂടുതൽ ടെക്നീഷ്യൻസ് ആണ് ലഹരി ഉപയോഗിക്കുന്നതെന്നാണ്. അപ്പോൾ അതിനെന്തെങ്കിലും വാസ്തവമുണ്ടോ? അല്ല, അവിടെ ആരുപയോഗിക്കുന്നു എന്നുള്ളതിന് യാതൊരു വിധമായ അടിസ്ഥാനവുമില്ല. കാരണം കേരളത്തിൽ കഴിഞ്ഞ 1-2 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ സിനിമാ മേഖലയിലെ ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ടിട്ട് ഈ പറയുന്ന പോലീസ് സിനിമാ സൈറ്റുകളിലേക്ക് എന്ത് ചെയ്യണം, പരിശോധന നടത്തണമെന്നുള്ള ആവശ്യം ഉയർന്നിട്ടുണ്ടായിരുന്നു വിവിധ കോണുകളിൽ നിന്നും. പക്ഷേ കേരളത്തിലെ പോലീസ് സംവിധാനത്തിന് അങ്ങനെ ഒരു പരിശോധനയുമായിട്ട് തുടങ്ങിയപ്പോൾ തന്നെ സിനിമാ സംഘടനകളാണ് എന്ത് ചെയ്തത്, ഒറ്റക്കെട്ടായിട്ട് ഈ പറയുന്ന മാക്ടയും ഫെഫ്കയും അതോടൊപ്പം തന്നെ ഈ പറയുന്ന അമ്മയും ഒക്കെ തന്നെയാണ് അതിനെ എന്ത് ചെയ്തത്, വിലക്കിയതും എതിർത്തതും. കാരണം പോലീസ് പരിശോധനയ്ക്ക് വന്നാൽ ഇവിടെ സിനിമാ മേഖല തകർന്നു പോകും, അല്ലെങ്കിൽ ഈ പറയുന്ന സിനിമ ലക്ഷങ്ങളുടെ നഷ്ടത്തിലേക്ക് പോകും, അല്ലെങ്കിൽ ഈ പറയുന്ന അത് അനുവദിക്കാൻ കഴിയില്ല എന്നാണ് എന്ത് ചെയ്തിരുന്നത് അന്ന് അവരുടെ നിലപാടെന്ന് പറയുന്നത്. പക്ഷേ ഇന്ന് ഈ പുതിയ കാലത്ത് ഇനിയും ആ നിലപാട് തുടരാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം എന്താണ്, ഈ പറയുന്ന ലഹരിയുടെ ഉപയോഗം നമ്മുടെ സമൂഹത്തെ ആകെ തന്നെ എന്താണ് ഒരു തെറ്റായ ദിശയിലേക്ക്, അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു ജീർണതമായ ഒരു അവസ്ഥയിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. സമൂഹത്തിലെ ഈ ബ്രൂട്ടനായിട്ടുള്ള അക്രമങ്ങൾ, കൊലപാതകങ്ങൾ, അതോടൊപ്പം തന്നെ നമ്മുടെ വലിയൊരു യുവതലമുറ തന്നെ എന്ത് ചെയ്യുന്നു, അവരുടെ ബുദ്ധിയും അവരോടൊപ്പം കഴിവുകളും ഒക്കെ തന്നെ ലഹരിക്ക് അടിമപ്പെട്ടുകൊണ്ട് ഈ പറയുന്ന രാസലഹരിയുടെ അടിമകളായി മാറുന്ന ഒരു സൊസൈറ്റിയിൽ സർക്കാരുകൾക്ക് ഇനിയും എന്ത് ചെയ്യാൻ കഴിയില്ല, ലഹരി മാഫിയയെ എന്ത് ചെയ്യാൻ കഴിയത്തില്ല, ഇതുപോലെ അഴിച്ചുവിടാൻ കഴിയില്ല. ലഹരി മാഫിയയെ നിയന്ത്രിക്കാനുള്ള നടപടികൾ സ്വീകരിക്കാതെ ഇനി പോലീസിന് മുമ്പോട്ട് പോകാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് തന്നെ ശക്തമായ നടപടികൾ ഇപ്പോഴും എന്ത് ചെയ്തിട്ടില്ല, തുടങ്ങിയിട്ടുണ്ട്. എങ്കിൽ പോലും അത് പൂർണ്ണമാണെന്ന് പറയാൻ കഴിയില്ല. പൂർണ്ണമാവണമെങ്കിൽ എവിടെ നിന്നാണ് ലഹരി ഉൽപ്പാദിക്കപ്പെടുന്നത്, അല്ലെങ്കിൽ എവിടെയാണ് ഇതിൻ്റെ ഉറവിടം, എവിടെയൊക്കെയാണ് ഇത് എത്തപ്പെടുന്നത്, ആ ശൃംഖല, ആ ഉറവിടം മുതൽ എത്തപ്പെടുന്ന അവസാനത്തെ ഈ പറയുന്ന ലഹരി മേടിക്കുന്ന ആളിലേക്ക് എത്തുന്ന രീതിയിലേക്കുള്ള ശക്തവും വ്യാപകവുമായ ഒരു അന്വേഷണവും നടപടികളും എടുത്താൽ മാത്രമേ ഈ മേഖലയെ തകർക്കാൻ കഴിയത്തുള്ളൂ. പക്ഷേ ഇന്ന് നമ്മുടെ സിനിമാ മേഖലയിൽ ഇത് ഇടപെടേണ്ട കാലഘട്ടം എന്ത് ചെയ്തു, അനുവർത്തിച്ചിരിക്കുകയാണ്. കാരണം കേരളത്തിലെ പ്രത്യേകിച്ച് സിനിമാ താരങ്ങളെ ആരാധനയോടുകൂടി നോക്കിക്കാണുന്ന, അല്ലെങ്കിൽ അവരുടെ ഫാൻസായിട്ട് നിൽക്കുന്ന ഒരു വലിയ യുവതലമുറ നമ്മുടെ നാട്ടിലുണ്ട്. അപ്പോൾ സിനിമകളിൽ നമ്മൾ പലപ്പോഴും എന്ത് ചെയ്യുന്നു, ലഹരിയുടെ ഉപയോഗം വ്യാപകമായിട്ട് എന്ത് ചെയ്യുന്നു. അതായത് കേരളത്തിൽ ഹീറോയിസം വേണമെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ ഹീറോ ആയിട്ട് ജീവിക്കണമെങ്കിൽ എന്ത് ചെയ്യണം, ലഹരി ഉപയോഗിക്കണം. അല്ലെങ്കിൽ എന്ത് ചെയ്യണം, നമ്മളെ സംബന്ധിച്ചിടത്തോളം ആഘോഷങ്ങളുടെ മേഖലകളിൽ എന്ത് ചെയ്യുന്നു, സിനിമകൾ, നമ്മൾ പുതിയ സിനിമകളും പഴയ സിനിമകളും ഒക്കെ പരിശോധിക്കുമ്പോൾ എന്ത് ആഘോഷമുണ്ടെങ്കിലും അവിടെ ലഹരി ആവശ്യമാണ് എന്നുള്ളൊരു ബോധ്യം നമ്മളിലേക്ക് എന്ത് ചെയ്യുന്നു, സിനിമകളിലൂടെ കടത്തിക്കൊണ്ടുവരാനുള്ളൊരു ശ്രമം നടക്കുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിനെ എന്ത് ചെയ്യപ്പെടണം, അവിടെ ആകെ സിനിമാ മേഖലയിൽ നിന്ന് എന്താണ്, ഒരു ഡിസ്പ്ലേയിൽ എന്ത് ചെയ്യുന്നു, ആൽക്കഹോൾ, അതായത് ഈ പറയുന്ന മദ്യം ആരോഗ്യത്തിന്, അല്ലെങ്കിൽ മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമാണെന്ന് ഏതെങ്കിലും ഒരു സൈഡിൽ ഒരു അടയാളം കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, അവർക്ക് എന്ത് ചെയ്യാം, ഏത് ലഹരിയും സിനിമയിൽ വിളമ്പാമെന്നുള്ള ഒരു തരത്തിലേക്ക് നമ്മുടെ എന്ത് ചെയ്യുന്നു, സെൻസർഷിപ്പുകളൊക്കെ തന്നെ, അതിന് നിയമങ്ങളൊക്കെ തന്നെ എന്ത് ചെയ്യുന്നു, ദുർബലമാകുന്നു. അപ്പോൾ അതും എന്ത് ചെയ്യുന്നുണ്ട്, വല്ലാത്ത രീതിയിൽ എന്ത് ചെയ്യപ്പെടുന്നു, സിനിമാ മേഖലയിൽ ലഹരി അടിമപ്പെടുത്തുന്നതിനും അതോടൊപ്പം തന്നെ സിനിമയിലൂടെ ഇത് കണ്ട് കുറേ ആളുകളെങ്കിലും ലഹരിക്ക് അടിമപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. ഇപ്പോൾ സാർ നേരത്തെ പറഞ്ഞതുപോലെ ഒരു സംവിധായകൻ്റെ കാര്യം പറഞ്ഞു. അദ്ദേഹം ഒരു ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ പിടികൂടി. എന്നാൽ സ്റ്റേഷൻ ജാമ്യത്തിൽ അവരെ വിട്ടയക്കുക ചെയ്തത്. അപ്പോൾ ഇങ്ങനെ ഒരു നിയമ സമീപനം എന്ന് പറയുമ്പോൾ അത് കുറ്റകൃത്യങ്ങൾ ആവർത്തിക്കാൻ കാരണമാകില്ലേ? അത് കഞ്ചാവിൻ്റെ ക്വാണ്ടിറ്റി, അതായത് ഈ പറയുന്ന കഞ്ചാവ് ഇത്ര ക്വാണ്ടിറ്റിയിൽ താഴെയുള്ള കഞ്ചാവിനെ കൊണ്ട് പിടിച്ചു കഴിഞ്ഞാൽ ജാമ്യത്തിൽ വിടണമെന്നുള്ളതാണ് നമ്മുടെ നിയമത്തിൻ്റെ. അതൊരു സത്യത്തിലൊരു ദുർബലതയാണ്. കാരണം നമ്മളറിയാം 110-120% അധിക നികുതി കൊടുത്തിട്ടാണ് നമ്മുടെ നാട്ടിലെ ബിവറേജസ് കോർപ്പറേഷനിൽ നിന്ന് ആളുകൾ മദ്യം മേടിക്കുന്നത്. അതിൽ 4 കുപ്പി ഉണ്ടെങ്കിൽ അവരെ 10 വർഷത്തെ തടവിനിടുന്ന ശിക്ഷ നമ്മുടെ നാട്ടിലാണ് എന്ത് ചെയ്യുന്നത്, ഇത്തരത്തിലുള്ള കഞ്ചാവ് കേസിലെ ആളുകളുടെ ക്വാണ്ടിറ്റി ഇല്ല എന്നുള്ള പേരിൽ എന്ത് ചെയ്യുന്നു, കൊമേഴ്സ്യൽ ക്വാണ്ടിറ്റി അല്ലാത്തത് കൊണ്ട് അവരെ വെറുതെ വിടുന്ന ഒരു സാഹചര്യം. പക്ഷേ അതൊരു തെറ്റായ ധാരണ. അദ്ദേഹത്തെ പോലെ ഒരുപാട് നല്ല ചിത്രങ്ങൾ ചെയ്ത, മലയാളികൾ ഇഷ്ടപ്പെടുന്ന ഒരു സംവിധായകനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തെ ഒന്നും ഇത്തരത്തിലല്ല മലയാളികളെ എന്ത് ചെയ്യുന്നത്, കണ്ടുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ഈ പറയുന്ന അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങളെ നാളുകളിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യും, ഇതൊക്കെ മലയാളികൾ ഈ പറയുന്ന നിയമത്തിൻ്റെ പരിധിയിൽ അയാൾ രക്ഷപ്പെട്ടാലും പ്രേക്ഷകരുടെ ഒരു കൃത്യമായിട്ടുള്ള ഒരു മോഡറേറ്റിങ്ങിൽ, അല്ലെങ്കിൽ പ്രേക്ഷകരുടെ കൃത്യമായിട്ടുള്ള ഒരു മാർക്ക് ഡീലിൽ പുള്ളിയുടെ സ്ഥാനം കുറഞ്ഞു വരുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. അപ്പോൾ ഇത്തരത്തിലുള്ള ലഹരി കേസുകളിൽ സർക്കാരിൻ്റെ പരിമിതികൾ എന്തൊക്കെയാണെന്ന് പറയാമോ? സർക്കാരിൻ്റെ പ്രധാനപ്പെട്ട പരിമിതി എന്ന് പറയുന്നത് ലഹരി മാഫിയ എന്ന് പറയുന്ന അന്തർദേശീയ ബന്ധമുള്ള മാഫിയ സംഘങ്ങളാണ്. സ്വാഭാവികമായിട്ടും ലഹരിയുടെ ഏറ്റവും ഡിമാൻഡുള്ള ഒരു പ്രദേശമായി നമ്മുടെ കേരളം മാറിയിരിക്കുന്നു. സ്വാഭാവികമായിട്ടും കേരളത്തിലേക്ക് ലക്ഷ്യം വെച്ചുകൊണ്ട് ഏതൊരു വസ്തുവിൻ്റെയും ഡിമാൻഡ് കൂടുമ്പോൾ എന്ത് ചെയ്യും, അവിടേക്ക് ഒരുപാട് പ്രോഡക്റ്റുകൾ എത്തിക്കാനുള്ള
സാഹചര്യങ്ങൾ എല്ലാ കച്ചവടക്കാരും നടത്തുന്നുണ്ട്. അതേ കച്ചവടം തന്നെ തന്ത്രമാണ് ലഹരി മാഫിയയും കേരളത്തിലേക്ക് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കാര്യം കേരളത്തിൽ ലഹരിക്ക് നല്ലൊരു സ്കോപ്പ് ഉണ്ട് എന്ന് മനസ്സിലാക്കിയപ്പോഴേക്കും അന്തർദേശീയ ബന്ധമുള്ള അന്തർ സംസ്ഥാന ബന്ധമുള്ള ലഹരി മാഫിയകളൊക്കെ തന്നെ വ്യാപകമായ രീതിയിൽ എന്ത് ചെയ്യുന്നു, ലഹരി ഒഴുക്കുന്ന ഒരു സാഹചര്യമാണ്. ഇപ്പോൾ MDMA ആയാലും അല്ലെങ്കിൽ ഈ പറയുന്ന സ്റ്റാമ്പ് LSD സ്റ്റാമ്പ് ആയാലും അല്ലെങ്കിൽ ഈ പറയുന്ന പലതരത്തിലുള്ള ഇതിൽ മെതയിൽ ഈ പറയുന്ന രാസഗുളികകളായാലും അങ്ങനെയുള്ള പലതരത്തിലുള്ള കഞ്ചാവായാലും അങ്ങനെയുള്ള ലഹരികളൊക്കെ തന്നെ ഇന്ന് ഗ്രാമാന്തരങ്ങളിൽ അവർക്ക് എന്തുണ്ട്, നെറ്റ്വർക്കിംഗ് ഉണ്ട്. കേരളത്തിൽ എന്താണ് ലഹരി ആവശ്യമുള്ള ആളുകൾക്ക് എന്ത് ചെയ്യുന്നു, ലഹരി അവരുടെ വീട്ടുപടിക്കലെത്തുന്നു. ആ നെറ്റ്വർക്കിംഗ് അറിയാതിരിക്കുന്നത് ആരേ ഉള്ളൂ, പോലീസിന് മാത്രമേ എന്തുള്ളൂ, പലപ്പോഴും അറിയാതിരിക്കുന്നുള്ളൂ. കാര്യം ഇപ്പോൾ എറണാകുളം നഗരത്തിൽ ലഹരി ഉപയോഗിക്കുന്നവന് കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ലഹരി ഓരോ ദിവസവും ലഭിക്കുന്നുണ്ട്. കാര്യം ആ ബിസിനസ് തന്ത്രം അവരെന്ത് ചെയ്യുന്നു, ഓരോ ദിവസവും നമ്മൾ നിയമങ്ങൾ ശക്തമാക്കുമ്പോൾ, നടപടികൾ ശക്തമാക്കുമ്പോൾ ലഹരി മാഫിയയെ സംബന്ധിച്ചിടത്തോളം അതിന് മുകളിലേക്ക് പകർക്കുന്ന രീതിയിലുള്ള പല നടപടികളാണ് അവർ സ്വീകരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ലഹരി യഥേഷ്ടം നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്, ഉറവിടത്തെയും അതോടൊപ്പം തന്നെ എന്ത് ചെയ്യണം, ഉൽപ്പാദനത്തെയും നിർമ്മാർജ്ജനം ചെയ്യണം, ആവശ്യങ്ങളെ നിർമ്മാർജ്ജനം ചെയ്ത് ഇത്തരത്തിലുള്ള ആവശ്യക്കാരെ എന്ത് ചെയ്യണം, റേഡിയേഷൻ സെൻ്ററുകളിലേക്കും അല്ലെങ്കിൽ ഈ പറയുന്ന അങ്ങനെയുള്ള മേഖലകളിലേക്കും മാറ്റി ലഹരിയിൽ നിന്ന് മോചിപ്പിക്കാനുള്ള നടപടികളാണ് ഗവൺമെൻറ് സ്വീകരിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഈ ഒരു വിഷയത്തെക്കുറിച്ച് ഇത്രത്തോളം വിലപ്പെട്ട വിവരങ്ങൾ നൽകിയതിന് നന്ദി.